CMRL എക്സാലോജി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൽ പ്രതികരിച്ച AK ബാലൻ തങ്ങൾക്ക് നേരെ വന്ന കൈ UDFന് നേരെ തിരിയുമെന്ന് AK ബാലൻ പറഞ്ഞു. രമേശ് ചെന്നിത്തലയെ ലക്ഷ്യം വെച്ചാണ് ED കേസ് വന്നത്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ. വീണയെ ചോദ്യം ചെയ്യുന്നതിൽ കുഴപ്പം എന്താണെന്നും AK ബാലൻ ചോദിച്ചു. പിണറായി വിജയനും വീണ വിജയനും അഴിമതി നടത്തി എന്നുള്ളതാണ് പ്രധാനമായും അതിനുള്ള ഉള്ളടക്കം. അതിനായി അദ്ദേഹം റിവിഷൻ അപ്പീൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതിയും അത് തള്ളി. ഹൈക്കോടതി തള്ളിയതിന് ശേഷം അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീലും തള്ളി. ആ അപ്പീലുമായി ബന്ധപ്പെട്ട 420 പേജുള്ള വിധിന്യായത്തിന്റെ പകർപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്, എൻ്റെ അടുത്തുള്ളത്. അതിലെവിടെയും പിണറായി വിജയനോ വീണയോ അഴിമതി നടത്തിയെന്നോ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്നോ സുപ്രീം കോടതി സൂചിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞു. ED അന്വേഷണത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാവാൻ പോകുന്നത് ഇടതുപക്ഷത്തിന് നേരെയാവില്ലെന്നും AK ബാലൻ പറഞ്ഞു. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടനാണ് തുടക്കക്കാരൻ. വിഷയം വിജിലൻസ് കോടതി തള്ളി. ഡിവിഷൻ ഹർജി ഹൈക്കോടതി തള്ളി. അപ്പീൽ സുപ്രീം കോടതിയും തള്ളി. രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണമെന്ന കോടതി കണ്ടെത്തി. മാത്യുവിന് ശേഷം രംഗത്ത് വരുന്നത് ഷോൺ ജോർജാണ്. SFIOയ്ക്ക് ശേഷമാണ് ED വരുന്നത്. ED അന്വേഷണത്തിനെതിരെ CMRL ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പിണറായി വിജയനോ വീണയോ പ്രതിയായി EDയുടെ മുന്നിൽ ഒരു കേസുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ. കള്ളപ്പണം വെളുപ്പിച്ചവരെ ശിക്ഷിക്കുന്നതിന് CPMനൊന്നുമില്ല. അത് അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്നും AK ബാലൻ പറഞ്ഞു. ഇപ്പൊ CMRL ഡിവിഷൻ ബെഞ്ചിന് പോയ സമയത്ത് ഇപ്പോ ഹൈക്കോടതി പറഞ്ഞു അന്വേഷിക്കാം. അതിലെന്താ തകരാറ്? അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന് ഞങ്ങൾ ആരെങ്കിലും ഇതുവരെ എവിടെയെങ്കിലും എതിരായി നിന്നിട്ടുണ്ടോ? ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ CMRL കൊടുത്ത അപ്പീലിന്റെ ഭാഗമായി അവർക്ക് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് കൊടുത്തു. കാരണം ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി ഞങ്ങൾക്കിതിൽ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഡിസ്പോസ് ചെയ്തു. ആ കേസിലാണ് ഈ ഡെവലപ്മെന്റ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. ഇതെവിടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്? ഇത് കള്ളപ്പണം വെളുപ്പിച്ചതാണ്, ഇല്ലേ? കള്ളപ്പണം വെളുപ്പിച്ചതാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും രേഖയുണ്ടെങ്കിൽ ആ കള്ളപ്പണം വെളുപ്പിച്ചവരെ ശിക്ഷിക്കുന്നതിന് ഒരു തടസ്സവും ഞങ്ങൾക്കാർക്കുമില്ല. CPMനുമില്ല, പിണറായി വിജയനുമില്ല, ഒരാൾക്കുമില്ല. അത് തെളിയിക്കട്ടെ. കരിമണൽ ഖനനം ചെയ്യാൻ ഉമ്മൻചാണ്ടി CMRLന് അനുമതി നൽകി. VS ആണ് അത് റദ്ദ് ചെയ്തതെന്നും AK ബാലൻ സൂചിപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായും VS ആ ഉത്തരവ് റദ്ദാക്കിയാൽ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സ്വാഭാവികമായും അപ്പീലിന് പോകേണ്ടതാണ്. അപ്പീലിന് പോകാത്ത സാഹചര്യത്തിലാണ് പ്രതാപൻ ഒരു പരാതി കൊടുത്തത്. പ്രതാപൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോൺ ചെയ്ത് ഈ അപ്പീൽ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഹൈക്കോടതിയും അതിനുശേഷം സുപ്രീം കോടതിയും സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകുന്നു. 2016 പിണറായി അധികാരത്തിൽ വന്നു. ഇത് അനുവാദം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇന്നേ വരെ പിണറായിയുടെ കാലഘട്ടത്തിൽ 1 ഗ്രാം മണൽ പോലും അവിടെ നിന്ന് ഖനനം നടത്തിയിട്ടില്ല. CPM നേതൃത്വത്തിനെതിരെയുള്ള കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ വിമർശനത്തിലും AK ബാലൻ പ്രതികരിച്ചു. കോടിയേരിയുടെ വിയോഗത്തിൽ മാത്രമേ പിണറായി വിജയൻ കരഞ്ഞിട്ടുള്ളൂ. കുടുംബത്തേക്കാൾ അപ്പുറമുള്ള ബന്ധമാണ് നേതാക്കൾ തമ്മിലുള്ളതെന്നതായിരുന്നു AK ബാലന്റെ പ്രതികരണം. UTV ന്യൂസ്, പാലക്കാട്.